എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മ എല്ലാവർക്കും എന്നും സഹായവും സംരക്ഷകയുമാണ്. ഈ അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളെ അമ്മ എപ്പോഴും സംരക്ഷിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നിരവധിയാണ്. വിജയപുരം രൂപതയിലെ മേരി മൗണ്ട് ചർച്ച് ഇടവകാംഗവും ചങ്ങനാശ്ശേരി സ്വദേശിനിയുമായ സേവന എന്ന ഈ വിദ്യാർത്ഥിനിയുടെ ജീവിതവും ദൈവമാതാവിൻ്റെ അനുഗ്രഹങ്ങളാൽ സമൃദ്ധമാണ്. മാതാപിതാക്കളുടെ ദൈവവിശ്വാസവും മാതൃഭക്തിയും പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയത്തിൽ വളരുവാൻ ഇടയാക്കിയതായി സേവന സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തനിക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം എങ്ങനെ ഉപകാരമായി എന്ന് സേവന ഇവിടെ പങ്കുവയ്ക്കുന്നു. മാതാവിനോട് അതിയായ ഭക്തിയും വിശ്വാസമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ചെറുപ്പം മുതലേ അവർ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും കൊന്ത ചൊല്ലുന്നതും ഒക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ പപ്പയാണേലും അമ്മയാണേലും വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കൊന്ത ചൊല്ലാറുണ്ട്. അത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു വിശ്വാസം മാതാവിനോട്, അങ്ങനെയാണ് എനിക്ക് മാതാവിനോട് അതിയായ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. ഞാൻ ചെറുപ്പം മുതലേ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പാറേപ്പള്ളിയിലാണ് ഞാൻ എപ്പോഴും പോകാറ് മാതാവിനോട് പ്രാർത്ഥിക്കാൻ. ചെറുപ്പം മുതലേ തന്നെ, കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ തന്നെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ പപ്പ എപ്പോഴും എന്നോട് എത്രയും നീളം മാതാവെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് പറയുമായിരുന്നു. മാതാവ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ്. ചെറുപ്പം മുതലേ തന്നെ, കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ, അതായത് LKG മുതലേ തന്നെ എൻ്റെ ഓരോ വർഷവും എന്നെ മാതാവ് പഠിപ്പിച്ചു കൊണ്ടുവന്നു. പഠിക്കാതിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു മാതാവിനെ അടുത്ത് വിളിച്ചിരുത്തി വേണം പഠിക്കാനിരിക്കാൻ. അതായത് പഠിക്കുമ്പോൾ എനിക്ക് വേണ്ടി പറഞ്ഞു തരണമെന്ന് മാതാവിനോട് പറയാൻ, എന്നിട്ട് പഠിക്കണം എന്ന് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഓരോ വർഷവും പഠിച്ചത്. എൻ്റെ ഓരോ ക്ലാസ്സിലും ഞാൻ ഇപ്പോൾ മാർക്ക് കുറഞ്ഞെങ്കിൽ കൂടി എൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് അവസാനം എൻ്റെ മാതാവ് എന്നെ ജയിപ്പിക്കും. എനിക്കതിന് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് മാർക്ക് കിട്ടും. അങ്ങനെ ഞാൻ 10th വരെ എത്തി. 10th ഞാൻ മത്സരങ്ങളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കാരണം എനിക്ക് ക്ലാസ്സുകൾ ഒരുപാട് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കാരണം ക്ലാസ്സുകൾ ഒരുപാട് നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഒരുപാട് നോട്ട്സും ഒക്കെ കിട്ടാതായി. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു ഞാൻ ക്ലാസ്സുകളിലൊന്നും കയറാതിരിക്കുന്നതിന് കാരണം. ഞാൻ മത്സരങ്ങൾക്ക് പോകുന്നത് കാരണമാണ് അവരെന്നെ വഴക്ക് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ അവസാന നാളിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് അവസാന നിമിഷമാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത് തന്നെ. പരീക്ഷയുടെ പഠിക്കാനിരുന്നു. അമ്മ പറഞ്ഞു തന്നതുപോലെ തന്നെ ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചാണ് ഞാൻ പരീക്ഷ എഴുതി അന്നു മുതൽ എൻ്റെ റിസൾട്ട് വരുന്നത് വരെ, അത് കഴിഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ രാവിലെ ഞാൻ പങ്കെടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് SSLCയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 93% കൂടി തന്നെ ഞാൻ SSLC പാസ്സായി. പിന്നീടാണ് എൻ്റെ +1 +2 ഞാൻ ഉദ്ദേശിച്ച ഗ്രൂപ്പിൽ തന്നെ, സയൻസ് ഗ്രൂപ്പിൽ തന്നെ, ഞാൻ പറഞ്ഞ സ്കൂളിൽ തന്നെ എനിക്ക് അവിടെ തന്നെ അഡ്മിഷൻ കിട്ടി. എനിക്ക് വെയിറ്റ് ലിസ്റ്റിൽ പോലും വരേണ്ട കാര്യമില്ലായിരുന്നു. ആ സ്കൂളിലെ എൻട്രൻസ് ടെസ്റ്റും ഞാൻ പാസ്സായി. എനിക്ക് +1 അവിടെ തന്നെ അഡ്മിഷനും കിട്ടി. അതുപോലെ +2 ഞാൻ അവിടെ തന്നെ പഠിച്ചു. ഇതുപോലെ തന്നെയായിരുന്നു +2 എൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് ഇതുപോലെ തന്നെ ഞാൻ മത്സരങ്ങളിൽ പോകുന്ന കാരണം എനിക്ക് ക്ലാസ്സുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അറിയാത്ത അവസ്ഥയായിപ്പോയി +2. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്കും പോകുമായിരുന്നു. കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ +2 എക്സാം എഴുതി. എൻ്റെ മാതാവാണ് എന്നെ പഠിപ്പിച്ചത്, അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ലായിരുന്നു. ക്ലാസ്സിൽ പോലും കയറാത്തതാണ്, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. മാതാവ് എൻ്റെ ഒപ്പം ഇരുന്ന് എന്നെ പഠിപ്പിച്ചു. ഞാൻ +2 പരീക്ഷയും ഞാൻ അങ്ങനെ 85% ഞാൻ +2 പരീക്ഷയും പാസ്സായി. അതുപോലെ തന്നെ ഞാൻ കലോത്സവ വേദികളിലൊക്കെ മത്സരത്തിന് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കിട്ടാതെ വരികയും ഒക്കെ. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മത്സരിച്ച എല്ലാത്തിനും എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അനിയനെ മണ്ടൻ എന്ന് പറഞ്ഞാണ് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. ഞാൻ ഉൾപ്പെടെ എൻ്റെ അനിയനെ മണ്ടൻ എന്ന് വിളിച്ചിട്ടുണ്ട്.
നാട്ടുകാരാണേലും വീട്ടുകാരാണേലും എല്ലാവരും അവനെ മണ്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവൻ ഒന്നും പഠിക്കില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. സ്കൂളിലാണേലും അവനിനി പഠിപ്പിക്കാൻ പറ്റില്ല, അവനെ പറഞ്ഞു വിടും എന്ന്. കാരണം അവൻ ഒരുപാട് വിഷയങ്ങൾക്ക് തോക്കുമായിരുന്നു. അങ്ങനെ വന്നു അവൻ സ്വന്തമായിട്ട് അവൻ തകർന്നു പോയി. അവൻ മാനസികമായി ഭയങ്കരമായിട്ട് തകർച്ച തോന്നി. അവനൊന്നും നേരത്തേക്കാളും ഒരുപാട് രീതിയിൽ അവൻ ഒട്ടും പഠിക്കാതെയായി. അവൻ എന്നും വീട്ടിൽ വന്ന് കരച്ചിലും അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു അവന് വയ്യ, പഠിക്കാൻ വയ്യ, വീട് വിട്ടു പോകും എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അമ്മ അവന് പറഞ്ഞു കൊടുത്തു, നീ അങ്ങനൊന്നും ചിന്തിക്കണ്ട, മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, നിനക്ക് കിട്ടും എന്ന് അനിയനെ പറഞ്ഞ് പഠിപ്പിച്ചു. അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അമ്മ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ എന്നും അവൻ മാതാവിനോട് ഔസേപ്പിതാവിനോടും പ്രാർത്ഥിച്ചിട്ടേ അവൻ പഠിക്കാനിരിക്കുള്ളായിരുന്നു. പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. എഴുതി കഴിഞ്ഞ് വരുമ്പോഴും അവൻ പ്രാർത്ഥിക്കും. അവൻ എന്നും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഫലമായിട്ട് അവൻ റിസൾട്ട് വന്നപ്പോൾ അവനും 93% അവൻ SSLC പാസ്സായി. അവൻ ആ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ തന്നെ അവൻ പാറേപ്പള്ളി പോയി ഇരിക്കുകയായിരുന്നു. വരുന്നത് വരെ അവൻ പാറേപ്പള്ളിയിൽ തന്നെയായിരുന്നു. മാതാവ് അവനെ കൈവിട്ടില്ല. അവൻ അവിടെ കാൽക്കീഴിൽ പോയി കിടന്നിട്ടുണ്ട്. മാതാവ് അവനെ കൈവിട്ടില്ല. അവന് 93% പാസ്സായി. എല്ലാവരും ഞെട്ടി അവൻ്റെ മാർക്ക് കണ്ടിട്ട്. അവൻ ഉൾപ്പെടെ ഷോക്കായിപ്പോയി. മാതാവ് അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ചേച്ചിയാണെങ്കിലും മെഡിക്കൽ എൻട്രൻസ് എഴുതിയാണ്. ചേച്ചിക്ക് അത് കിട്ടും എന്നൊന്നും ആരും ഒന്നും പ്രതീക്ഷിച്ചു പോലുമില്ല. ചേച്ചിക്ക് അതിയായ ആഗ്രഹമായിരുന്നു അത് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ചേച്ചി മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പോയി. ഒരുപാട് രീതിയിൽ ഞങ്ങളെ കളിയാക്കി. അതൊക്കെ വിടുന്ന ബുദ്ധിയില്ല, അത്രയും പഠിക്കാനുള്ള കഴിവില്ലാത്ത കുട്ടീനെ എന്തിനാ അങ്ങനെയൊക്കെ വിടുന്നതെന്ന് ചോദിച്ച് ഒരുപാട് പേര് കളിയാക്കി. ഒരുപാട് പേര് വഴക്കു പറഞ്ഞു അങ്ങനെയൊക്കെ വിടണ്ട എന്ന്. അപ്പോഴും ചേച്ചി പോയി. ചേച്ചി നന്നായി പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്കും മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതി. ചേച്ചിക്ക് BDS അഡ്മിഷൻ കിട്ടി. ചേച്ചി 4th ഇയർ ആണ് ഇപ്പം BDS പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും പഠന രീതിയിലാണെങ്കിലും ഇപ്പോഴും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഓരോരുത്തരുടെയും ആശ്രയ കേന്ദ്രമായി മാറുന്നത് എന്ന് ഈ MBBS വിദ്യാർത്ഥിനി തൻ്റെ എൻട്രൻസ് ടെസ്റ്റുകളുടെ അനുഭവത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. പപ്പയ്ക്ക് എന്നെ ഡോക്ടറാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ഫീൽഡിലോട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പപ്പ എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞു അതിനുവേണ്ടി പഠിക്കാൻ പോകണം, പപ്പയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു ഫീൽഡിലേക്ക് എനിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പപ്പ അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പോയി പ്രാർത്ഥിക്കും. എന്നും പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും, അവൾക്ക് അങ്ങനെ ഒന്ന് തോന്നിപ്പിക്കണം എന്ന്. ഞാൻ ഡിഗ്രിക്കൊക്കെ കൊടുത്തിരുന്നു. എനിക്ക് സിവിൽ സർവീസ് എഴുതാനായിരുന്നു ഇഷ്ടം. അപ്പോൾ എനിക്ക് കൊടുത്ത എല്ലാ കോളേജുകളിൽ നിന്നും എനിക്ക് അഡ്മിഷൻ ശരിയായി. പക്ഷേ പപ്പ എന്നെ എങ്ങും വിടാൻ തയ്യാറായില്ല. പപ്പ അപ്പോഴും പോയി എനിക്ക് ആഗ്രഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞ് അവിടെ ക്ലാസ്സൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ 1 മന്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് പോകാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞു. പപ്പ അപ്പം തന്നെ എന്നെ PC തോമസ് സാറിൻ്റെ അവിടെ കൊണ്ടുപോയി ചേർത്തു. ആ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു. ആ സമയത്ത് അത് വിറ്റ് ആ കാശ് കൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ആ സമയത്ത് എനിക്കുണ്ടായി. ഞാൻ എന്നാലും അവിടെ പോയി എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം തിരി കത്തിച്ച് വെച്ച് എന്നും ഞാൻ ഹോസ്റ്റലിൽ കൊന്ത ചൊല്ലുമായിരുന്നു. ഞാൻ ചൊല്ലുന്നത് കണ്ട് അക്രൈസ്തവരായിട്ടുള്ള പല കുട്ടികളും മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എന്നും ബൈബിള് വായിക്കും. ഞാൻ ആരോടും അങ്ങനെ എൻ്റെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ പറയുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ സ്വന്തമായിട്ടിരുന്ന് മാതാവിനോട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം ഇരുന്നായിരിക്കും ഞാൻ കരയാറ്. ഞാൻ ഒരു കരയാത്ത ഒരു ദിവസം പോലും എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. എൻട്രൻസ് എക്സാമിൻ്റെ തലേന്ന് എൻ്റെ പപ്പയ്ക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് ഒരുപാട് പേര് പൈസ ചോദിക്കാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അവർ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞ് ആ രാത്രിക്ക് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. ഹോൾ ടിക്കറ്റും സാധനമൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി. എൻ്റെ കുടുംബത്ത് വന്ന് ഞാൻ അന്ന് രാത്രി ഇരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ പുസ്തകം മൊത്തം എൻ്റെ കണ്ണീര് വീണിട്ടുണ്ട്. ആ 1 വർഷം പഠിച്ചതും മൊത്തം ആ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇല്ലാതായ പോലെ എനിക്ക് തോന്നി. എന്തെടുക്കണമെന്നറിയില്ല.
പൈസയില്ല പോകാൻ. അങ്ങനെ ഒരു അവസ്ഥ വന്നു. എന്ത് വന്നാലും പോകണം എന്ന് എൻ്റെ അനിയൻ വന്ന് പറഞ്ഞു. എന്ത് വന്നാലും നിന്നെ ഞാൻ എക്സാം എഴുതിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഒരുപാട് വിഷമിച്ചാണ് ഞാൻ എൻ്റെ വീട്ടുകാരും ഇരുന്നത്. പിന്നെ പിറ്റേന്ന് ഞാൻ എക്സാം എഴുതാൻ പോയത്. എക്സാം എഴുതാൻ ഞാൻ വെളുപ്പിനെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. പോകുന്ന വഴിക്ക് കാഞ്ഞിരമറ്റമൊക്കെ അടുക്കാറായപ്പോൾ 4:30-5 മണിയായപ്പോൾ എൻ്റെ വണ്ടി നിന്നുപോയി. അപ്പോഴൊന്നും എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. ഞാൻ അപ്പോഴും എത്രയും മാതാവ് ചൊല്ലുന്നുണ്ടായിരുന്നു. 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ തന്നെ നിന്നുപോയി. വണ്ടി സ്റ്റാർട്ടാകാൻ പറ്റുന്നില്ല. എനിക്ക് 7:30-ക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. 6:45 എനിക്ക് പേടിയായി. ഇനി രക്ഷയില്ല. അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയത് കാരണം അധികം വണ്ടിയൊന്നുമില്ല. പോരാത്തിന് ഞായറാഴ്ചയും കൂടിയായിരുന്നു. വെളുപ്പിന് 5 മണിക്കാണ് വണ്ടി നിന്നുപോയത്. അത് കാരണം ആരും ഒരു സഹായത്തിനും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഭാഗ്യത്തിനൊരു പള്ളിയുടെ വാതക്കെ വെച്ച് ഞങ്ങളുടെ വണ്ടി നിന്നത്. ഞങ്ങൾ ആ പള്ളിയുടെ വാതക്കെ തന്നെ വണ്ടി തള്ളി കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് അവിടെ നിന്നു. 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നു. ഒന്നും നോക്കിയില്ല, അതിലങ്ങ് കയറി. എവിടം വരെ പോകുന്ന അവിടം വരെ പോട്ടെന്ന് ഓർത്ത് അതിലങ്ങ് കയറി. അതിൽ കയറി പിന്നെ ഓട്ടോ പിടിച്ച് ഒരു വ്യക്തി 7:25 ആയപ്പോൾ ഞാൻ എക്സാം സെൻറ്ററിൻ്റെ വാതക്കെ ചെന്നു. എനിക്ക് കറക്റ്റ് ടൈമിൽ റിപ്പോർട്ടിംഗ് ടൈമിൽ ഞാൻ എത്തി. ഞാൻ എക്സാം എഴുതി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. അത്രയ്ക്കും ഡിപ്രസ്ഡായി പോയിരുന്നു ഞാൻ. എക്സാം എഴുതി തിരിച്ചും അതുപോലെ തന്നെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് നടന്നിട്ടാണ് ഒരു ബസ് സ്റ്റോപ്പിൽ വന്നത്. പിന്നെ ബസ് 2-3 ബസ് കയറിയാണ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ വന്നത്. എക്സാം കഴിഞ്ഞ് പിന്നെ റിസൾട്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. കിട്ടാതായപ്പോൾ ഞാൻ തകർന്നുപോയി. എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഈ മാർക്കും കൊണ്ട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ വാതിൽ പോലും കയറാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. അത്രയ്ക്കും ഈ മാർക്കൊന്നും കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. ഒന്നും മിണ്ടിയില്ല. ഞാൻ വീട്ടിനകത്ത് പോയി റൂമിനകത്ത് കയറി അവിടെ അങ്ങ് ഇരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് വിചാരിച്ചു എനിക്ക് കിട്ടില്ല. ഞാൻ ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നതാണ്. ഞാൻ IMS മാതാവിൻ്റെ ഒക്കെ എന്നും നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാനപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ഓർത്തു, മാതാവ് എന്നാലും എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് നേർച്ചകൾ നേർന്നു. ഞാൻ 101 പ്രാവശ്യം ഞാൻ പേപ്പറിൽ എഴുതി എനിക്ക് അഡ്മിഷൻ വേണം, ഗവൺമെൻറ് എനിക്ക് വേണം എന്ന് തന്നെ ഞാൻ പറഞ്ഞ് എഴുതി മാതാവിൻ്റെ കാലിൽ കൊണ്ട് ഞാൻ ചുറ്റി ഇട്ടിട്ടുണ്ട്. എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്നെ ഒന്നും കിട്ടാതെ പോയെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ആ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, നീ ഒന്ന് ചുമ്മാ പോയി നോക്ക്, എന്തായാലും നീ എഴുതിയതല്ലോ, ഒന്ന് നോക്കെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞു. ഞാൻ നെറ്റ് കഫേ പോയി ഞാനൊന്ന് നോക്കിയപ്പോൾ ഞാൻ എലിജിബിൾ ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴായിരുന്നു ഞാൻ എലിജിബിൾ ആയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ മാർക്ക് എടുത്ത് നോക്കി, മാർക്കിൻ്റെ സിസ്റ്റം നോക്കിയപ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം വരെയുള്ള സിസ്റ്റത്തിലല്ല ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എലിജിബിൾ ആണെന്നും എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ പിന്നെ എനിക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ളൊരു കിട്ടി. ഞാനപ്പോൾ പോയി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തു. എല്ലാ കോളേജിലും കൊടുത്തു. എനിക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഞാൻ 181 മെഡിക്കൽ കോളേജാണ് ഞാൻ എല്ലായിടത്തും കൊടുത്തു. എനിക്കൊന്നും കിട്ടിയില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നു, എനിക്കൊന്നും കിട്ടിയില്ല. പിന്നീടാണ് കീമിൻ്റെ വരുന്നത്. കീമിൻ്റെ വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ എൻജിനീയറിങ്ങിന് ഗവൺമെൻറ്റിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പോൾ ഞാനതിന് പോയില്ല. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, ഇപ്പോൾ അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥ, എൻജിനീയറിങ്ങിന് പോകാൻ മേലായിരുന്നു, ഗവൺമെൻറ്റിലല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വസിച്ചു എനിക്ക് കിട്ടും എന്ന്. അപ്പോഴും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥന അപ്പോഴും നിർത്തിയില്ല. എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, എൻ്റെ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നെ നല്ല രീതിയിൽ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥന വിട്ടൊന്നുമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ കീമിൻ്റെ 2 അലോട്ട്മെൻറ്റും വന്നപ്പോഴും എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ 2 അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അപ്പോഴും പ്രാർത്ഥന നിർത്താതിരുന്നപ്പോഴാണ് ഒരു ദിവസം ന്യൂസ് വന്നത്, 3ാമത്തെ ഒരു അലോട്ട്മെൻറ്റ് കൂടി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും പോയി ഓപ്ഷൻ കൊടുത്തു. 3ാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നത് ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ, എനിക്ക് നോക്കാൻ ഒരു പ്രതീക്ഷ പോലും ഇല്ല, എന്നാലും ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അണക്കരയ്ക്ക് മാതാവിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അപ്പം തന്നെ നേർന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് MBBS തന്നെ ഗവൺമെൻറ്റിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ട് മാത്രം കിട്ടിയത്, അല്ലാതെ എൻ്റെ ഒരു കഴിവ് പോലും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. മാതാവ് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് അലോട്ട്മെൻറ്റിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി, തിരുവല്ല.
അവിടെ കിട്ടി. ഇനി എനിക്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സും രജിസ്ട്രേഷൻ ഫീസും എല്ലാം കൊടുക്കാൻ വേണ്ടി ഞാൻ പോകാൻ വേണ്ടി എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നു. അവിടുത്തെ ഡോക്ടറിനെ കൊണ്ട് ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സീല് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അന്നൊരു അവധി ദിവസം ആയത് കാരണം ഉച്ചയായപ്പോൾ തന്നെ ഓഫീസ് അടച്ചിട്ട് അവർ പോയി. എനിക്ക് പിറ്റേന്ന് വെളുപ്പിനെ 4 മണിക്ക് ട്രെയിൻ ഉള്ളതാണ്. അപ്പോൾ എനിക്കന്ന് സീല് ചെയ്യിക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായിപ്പോയി. ഞാനും പപ്പായും അവിടെ നിന്നിട്ട് പിറ്റേന്ന് എന്തായാലും അവർ പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്നെക്കൊണ്ട് ഒരിക്കലും പിറ്റേ ദിവസം വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ പേടിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേ പോയ അവിടെ ജോലി ചെയ്യുന്ന ഒരു അങ്കിളിനോട് പപ്പ ചോദിച്ചു ഇവിടെ ജോലി ചെയ്യുന്ന ആളാണോ? അപ്പോൾ അങ്കിൾ പറഞ്ഞു അതെ ഇവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ചോദിച്ചു ഓഫീസിലെ സീല് വേണം. അപ്പോൾ അവർ പറഞ്ഞു ഉച്ചയോടുകൂടി തന്നെ ഓഫീസ് അടച്ചുപോയി, ഇനിയിപ്പോൾ അവർ നാളെ വരൂ, അതുകൊണ്ട് ഇന്ന് അവധി ദിവസമായത് കാരണം അവരെ ഉച്ചയോടുകൂടി പോയത് കാരണം ഇന്നിനി ഒപ്പിടാൻ സീലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യാന്ന് അറിയുമ്പോൾ അപ്പോൾ അവിടുന്ന് കാറിൽ നിന്ന് ഒരു അങ്കിൾ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചപ്പം പപ്പ പറഞ്ഞു ഇന്ന പോലെ സീല് വേണം, ഇല്ലെങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം എന്ന് പറഞ്ഞ് പുള്ളിയുടെ അതായത് ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഹെഡായിട്ടുള്ളൊരു സാറായിരുന്നു അത്. ആ സാറ് ശരിക്കും ഉച്ചയോടുകൂടി പോയതാണ്. വെറുതെ ഭാര്യയും മോനുമായിട്ട് ഷോപ്പിങ്ങിന് വന്നപ്പോൾ വെറുതെ ഹോസ്പിറ്റലിലേക്കൊന്ന് കയറിയതാണ്. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവരപ്പം തന്നെ ഭാര്യയുടെ ബാഗിൽ നിന്ന് ഓഫീസിൻ്റെ താക്കോലെടുത്ത് എനിക്ക് തുറന്നു. എനിക്ക് അപ്പം തന്നെ അവർ സീലടിച്ച് തന്നു. അത് ആ കൃത്യസമയത്ത് അവരെ മാതാവായിട്ടാണ് അവിടെ കൊണ്ടെത്തിച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ആ സീല് വാങ്ങാനൊന്നും പറ്റില്ല. അവർ ജോലി കഴിഞ്ഞ് അവർ വീട്ടിൽ പോയ ആൾക്കാരാണ്. അവർ തിരിച്ചു വന്നതാണ്. അത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് വേണ്ടി തന്നെ വന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിത്യസഹായമായ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തുണയും സംരക്ഷകയുമായി കടന്നു വരുന്നതെന്ന് തങ്ങളുടെ വേളാങ്കണ്ണി യാത്രാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സേവന വെളിപ്പെടുത്തുന്നു. വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ വേളാങ്കണ്ണി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു വർഷം പോലും മാതാവ് മുടക്കം വരുത്തിയിട്ടില്ല. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പോകാതെ ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു തടസ്സവും കൂടാതെ ഞാൻ എല്ലാ വർഷവും തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വട്ടം വേളാങ്കണ്ണിയിൽ പോകാൻ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി വണ്ടിയുടെ ടൈം വൈകുന്നേരമായിരുന്നു. രാവിലെ അമ്മ എഴുന്നേറ്റിട്ട് അമ്മയ്ക്ക് ഒട്ടും വയ്യ, എഴുന്നേക്കാൻ പോലും വയ്യ. അമ്മ പറഞ്ഞു എന്നെക്കൊണ്ട് വരാൻ പറ്റില്ല, എൻ്റെ കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പപ്പ എടുത്തുകൊണ്ട്. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആളിന് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് വയ്യാതായിട്ടുണ്ട്, എന്തായാലും ഹോസ്പിറ്റലൈസ്ഡ് ആകണം, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ എഴുതാൻ പോവാണെന്ന് അഡ്മിറ്റ് കാർഡ് എഴുതാൻ പോയപ്പം പപ്പ പറഞ്ഞു ഇല്ല പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന് പോയേ പറ്റൂ, ഞങ്ങൾ ഓൾറെഡി പൈസയൊക്കെ കൊടുത്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം മരുന്നും ഇഞ്ചക്ഷനും തരാം, പോയിട്ട് തിരിച്ച് വന്ന ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അമ്മയെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നു. വൈകുന്നേരം ഞങ്ങൾ പോയി കാഞ്ഞിരപ്പള്ളിയൊക്കെ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ, നമുക്ക് തിരിച്ചു പോകാം, എനിക്കൊട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. ആഹാരമൊന്നും കഴിക്കുന്നില്ല, ഒട്ടും വയ്യാതെ, അയാൾ ഭയങ്കര ഡൗണായി. അപ്പോഴത്തേക്കിനും പിന്നെ കുറച്ച് ആഹാരം അമ്മ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര മുമ്പോട്ട് തന്നെ പോയി. അങ്ങനെ പോയി മുണ്ടക്കയൊക്കെ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു മതി, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം, നമുക്ക് തിരിച്ച് ഓട്ടോ പിടിച്ചാണെങ്കിലും വീട്ടിൽ പോകാം, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പപ്പ പറഞ്ഞു അതൊന്നും സാരമില്ല, നീ ഒരു കാര്യം കൊന്ത ചൊല്ല്, നന്മറിഞ്ഞ് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കോ, എത്രയും ദൈവമുള്ള മാതാവേൻ ചൊല്ലിക്കൊണ്ട് നീ കണ്ണടച്ച് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അമ്മ അതുപോലെ തന്നെ ചെയ്തു. കണ്ണടച്ച് അമ്മ ആ നിമിഷം തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പപ്പയുടെ തോളിൽ തന്നെ കിടന്ന് അമ്മ ഉറങ്ങി. അമ്മ കണ്ണ് തുളിക്കുമ്പോൾ വേളാങ്കണ്ണിയുടെ മുറ്റത്താണ് എത്തിയത്. അത്രയും നേരം അമ്മയ്ക്ക് യാതൊരു അസുഖവും ഉണ്ടായില്ല, യാത്രയുടെ ഒരു രീതി ഒന്നും അറിഞ്ഞു പോലുമില്ല. അമ്മ വണ്ടിയിലാണെന്ന് പോലും അമ്മ അറിഞ്ഞില്ല. അതുപോലെ അമ്മ ഉറങ്ങി കിടന്ന് രാവിലെ വേളാങ്കണ്ണിയിൽ എത്തിയപ്പോഴാണ് അമ്മ എഴുന്നേൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരു വട്ടം ഇതുപോലെ തന്നെ വേളാങ്കണ്ണിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു.
പോയിക്കൊണ്ടിരുന്നപ്പം വണ്ടിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയും ഡീസൽ അടിക്കാൻ വേണ്ടിയൊക്കെ ഒരു 10,40,50,000 രൂപയോളം ഒരു ബ്രീഫ് കേസിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രീഫ് കേസ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയി. അതാരും കണ്ടില്ല. അതൊരു കാട്ടിപ്പോയാണ് വീണത്. ആരും കണ്ടില്ല. ഞങ്ങൾ പട്ടുമല മാതാവിൻ്റെ അവിടെ ഏതാണ്ട് അടുക്കാറായപ്പോഴാണ്, ഒരു 10 കിലോമീറ്ററോളം കഴിഞ്ഞിരുന്നു പെട്ടി നഷ്ടപ്പെട്ടിട്ട്. പക്ഷെ ഞങ്ങൾ വണ്ടിയിലുള്ള ആരും അറിഞ്ഞില്ല. ആ പണമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും വേളാങ്കണ്ണി വരെ പോകാൻ പറ്റില്ല. കാരണം ഡീസൽ അടിക്കാനുള്ള പണവും എല്ലാം അതിൻ്റെ അകത്താണ്. അത് കാരണം ഞങ്ങൾ പട്ടുമലപ്പള്ളിയുടെ അടുത്ത് വരെ എത്തിയപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഞങ്ങളുടെ പുറകെ വന്ന് ഞങ്ങളുടെ വണ്ടി വട്ടം നിർത്തി കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു പെട്ടി വല്ലതും നഷ്ടമായിട്ടുണ്ടോ എന്ന്. അപ്പം നോക്കിയപ്പോഴാണ് അറിയുന്നത് പണം വരുന്ന പെട്ടിയാണ് നഷ്ടമായത്. ആ ഓട്ടോക്കാരൻ ഞങ്ങൾക്കത് പുറകെ കൊണ്ടുവന്ന് തന്നു. അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര അപ്പോഴും മുടങ്ങിയില്ല. ഒരു വട്ടം പോലും വേളാങ്കണ്ണിയിലോട്ടുള്ള യാത്ര ഞങ്ങൾക്ക് മുടക്കം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു വർഷം വേളാങ്കണ്ണിയിൽ പോകാൻ നേരത്താണ് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അറിഞ്ഞിരുന്നില്ല. അവിടെ എത്തി തമിഴ്നാട്ടിൽ ബോർഡർ കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അന്ന് തമിഴ്നാട്ടിൽ ബന്ദാണെന്ന്. അപ്പോൾ വഴിയിൽ നിന്നും ഒരു വണ്ടി പോലും ഇല്ല, ഒരു കടയോ ഒരു മനുഷ്യർ പോലും ഇല്ല. അപ്പോൾ വന്ന വഴിയിലുള്ള ഒരാൾ പറഞ്ഞു ആ വഴി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ അടുക്കുന്ന ഒരു 10 കിലോമീറ്ററൊക്കെ അപ്പുറമായിട്ട് ഞങ്ങൾ എത്തിയപ്പോഴാണ് അവിടെയുള്ളവർ പറഞ്ഞു ഈ വണ്ടി മുമ്പോട്ട് പോകരുത്, തല്ലി തകർത്ത് കളയും, നിങ്ങളെ ഒന്നും അങ്ങോട്ടേക്ക് കയറ്റി വിടുമെന്ന് തോന്നില്ല, ഭയങ്കര ബന്ധാണ്, അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചു വരാനും പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ എന്തും വരട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് തന്നെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും പറയുന്നു പോകണ്ട അടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കിനാണ് ഞങ്ങൾക്കൊരു അമ്മയും കുഞ്ഞും ഞങ്ങളുടെ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തിച്ചു. അവരെന്നിട്ട് ചോദിച്ചു ഞങ്ങളെയും കൂടി കയറ്റാമോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അതിനെന്താ കയറിക്കോ എന്ന് പറഞ്ഞു. അവരെ ഞങ്ങൾ കൂടെ കയറ്റിയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം അവിടം വരെ, നിങ്ങളെ ആരും ഒന്നും തൊടില്ല, നിങ്ങളുടെ വണ്ടിയിലും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടുന്ന് വേളാങ്കണ്ണി വരെ പൊക്കോളാൻ പറഞ്ഞു. അവർ ഞങ്ങളുടെ വണ്ടിയെ കയറി. അവർ ഞങ്ങൾ വേളാങ്കണ്ണി അടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് അവർ പറഞ്ഞു എന്നെ ഇവിടെ ഇറക്കിയേക്കാൻ പറഞ്ഞു. അവരിറങ്ങിപ്പോയി. അവർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടാണ് ആ അമ്മയും കുഞ്ഞും പോയത്. അപ്പം ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് മാതാവും ഉണ്ണീശോയാണ് ഞങ്ങളെ അന്ന് വന്ന് രക്ഷിച്ച് ഞങ്ങളെ വേളാങ്കണ്ണി കൊണ്ട് എത്തിച്ചതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഇവർക്ക് ഏക ആശ്രയം പരിശുദ്ധ അമ്മ മാത്രമായിരുന്നു. രോഗാവസ്ഥകളിൽ അമ്മ എങ്ങനെ ഇടപെടുന്നു എന്ന് ഈ ജീവിത സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടിയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞങ്ങൾ 3 കുട്ടികളും കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അന്ന് രാത്രി ഞാനും ചേച്ചിയും അനിയനും കൂടി മുട്ടുകുത്തി നിന്ന് ഷാലോമിൽ കൊന്ത വെച്ചിരുന്ന് ഞങ്ങൾ 3 പേരും മുട്ടിന്മേൽ നിന്ന് കൊന്ത ചൊല്ലി. അന്നേരത്ത് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങൾ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മയാണ് അവിടുന്ന് സംസാരിക്കുന്നത്. മക്കളെ പേടിക്കൊന്നും വേണ്ട, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ഉടനെ വരും, ഒരു പ്രശ്നവും പേടിക്കാനൊന്നും ഇല്ല എന്ന് അമ്മ പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. കോള് കട്ടായി. കുറേ നേരം അതേ ടൈമിൽ തന്നെ ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മയുടെ എൻ്റെ അങ്കിളിരുന്ന് സ്നേഹധാരയിൽ രോഗികളുടെ സൗഖ്യം എന്ന് പറയുന്ന ഒരു ഇത് വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്ക് കോള് വരുന്നതും. ഞങ്ങൾ വിചാരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതായിരിക്കുമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവരങ്ങനെ ഒരു കോള് വിളിച്ചിട്ടില്ല എന്ന്. ആ ടൈമിൽ ചാർജ് ഇല്ലാതെ ഫോൺ ഓഫായി കിടക്കുമായിരുന്നു. അവർ പറഞ്ഞു അവരങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ കോള് ആ ടൈമിൽ വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, ആരാ വിളിച്ചതെന്നും ഒന്നും അറിയില്ല. അങ്ങനെയായി ഞങ്ങൾ കോൾ ലിസ്റ്റ് എടുത്തു. ആ മൊബൈലിൽ കോൾ ലിസ്റ്റ് എടുത്തു, ഇവിടുത്തെ കോൾ ലിസ്റ്റ് എടുത്തു. രണ്ടിനകത്തും ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു കോളേ വന്നിട്ടില്ല. ആ നമ്പർ പോലും അവർ കാണിക്കുന്നില്ല കോൾ ലിസ്റ്റിനകത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് മാതാവ് തന്നെ ആയിരിക്കും, ഞങ്ങൾ കുട്ടികൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം. ഒരുപക്ഷെ ഞങ്ങൾ അതുപോലെ ഇരുന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കുറവൊക്കെ ആയി. അമ്മ തിരിച്ച് വീട്ടിൽ വന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിലൊരു മുഴ പോലെ വന്നിരുന്നു. അതൊരു ചെറിയൊരു
ഡോട്ട് പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും അത് വലുതായിക്കൊണ്ടിരുന്നു. അത്യാവശ്യം വലുതായി തുടങ്ങിയപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയാതെ ഇത് പോകില്ല, ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ വെച്ച് ഇനിയും കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ ഡിസംബർ 23-ാം തീയതി ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ വാ, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പോകാൻ പറ്റില്ല, നീ പോകണ്ട, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആകെ വിഷമിച്ച് ഞാനവിടെ കസേരയിൽ ഞാൻ ആ മുഴയുടെ അവിടെ കൈ വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഒത്തിരി സങ്കടപ്പെട്ടു. അവിടെ ഇരുന്ന് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ അതിൽ തന്നെ പിടിച്ചു. പണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് പോകാൻ പറ്റാഞ്ഞത്. ഒത്തിരി വിഷമിച്ച് ഞാനതിൽ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈക്ക് എനിക്കൊരു നനവ് തോന്നി. അതെന്താണെന്നറിയാൻ വേണ്ടി ഞാൻ കാല് നോക്കിയപ്പോൾ എൻ്റെ അത്രയും ഭാഗം അടന്നു പോയ പോലെ ആയിപ്പോയി. അവിടെ ഒരു വലിയ കുഴി പോലെ വന്നു. ഒരു വേദന ഒന്നും എനിക്കുണ്ടായില്ല. ഞാൻ നനവ് കണ്ടപ്പോഴാണ് ഞാൻ നോക്കുന്നത് എന്താണെന്ന്. അപ്പോഴാണ് അത്രയും ഭാഗം പോയി. എനിക്ക് 4 മണിക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. 3:30 ആയപ്പോഴേ അത് ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ അത് എൻ്റെ കാലിൽ നിന്ന് അത് പോയി. ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറിനെ കാണിച്ചു. ഇന്ന പോലെ ഇത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഡോക്ടർ പറയും ഇനി ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞത് വന്നു എന്നിരിക്കുന്നു. ഇതുവരെയായിട്ട് അത് പിന്നെ വന്നിട്ടില്ല. അത്രയും ഭാഗം മൊത്തത്തിൽ തന്നെ പോയി. അതുപോലെ എൻ്റെ കാലിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് വല്ലാതെ വികൃതമായിരുന്നു. ഇൻഫെക്റ്റ് ചെയ്ത് 4 വർഷമായിട്ട് അത് മാറുന്നില്ലായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. അവരുടെ ഏത് മരുന്ന് തേച്ചാലും അതിന് യാതൊരു കുറവൊന്നുമില്ലായിരുന്നു. വീണ്ടും അത് കൂടുന്നല്ലാതെ കുറയുന്നില്ലായിരുന്നു. അവസാനം ഞാൻ 6th തുടങ്ങിയതാണത്. ഞാൻ 10th പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ പാറേപ്പള്ളിയിൽ നിന്ന് നടന്ന് കുടമാളൂർ വരെ പോയി. തീർത്ഥയാത്രയായിട്ട് ഞാൻ നടന്നു പോയിട്ട് തിരിച്ച് വന്ന് എൻ്റെ കാലിൽ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിൽ ഇൻഫെക്ഷൻ ഉണ്ട്. തിരിച്ച് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അത് മൊത്തത്തിൽ മാഞ്ഞു പോയി. ഇപ്പോൾ സാധാരണ എല്ലാ വർഷവും കൃത്യ ടൈമിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുമായിരുന്നത്. ഇപ്പോൾ ഇൻഫെക്ഷനും വരാറില്ല, ഒരു പാട് പോലും ഇപ്പോൾ അവിടെ ഇല്ല. അത് മൊത്തം മാറി. സാമ്പത്തികമായ കഷ്ടപ്പാടുകളിൽ ഇവർക്ക് ആശ്രയിക്കാൻ പരിശുദ്ധ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയിൽ ആഴമായി ആശ്രയിച്ച ഇവരുടെ ജീവിതത്തെ അമ്മ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങളും നിരവധിയാണ്. എൻ്റെ മാതാവ് സാമ്പത്തികമായ ഒരുപാട് രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, എന്നെ രക്ഷിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് വരെ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. എത്ര വലിയ പൈസയുടെ ആവശ്യമാണെങ്കിൽ കൂടി മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കത് ആവശ്യത്തിന് ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടാറുണ്ട്. എൻ്റെ പപ്പ ഈ കർട്ടനൊക്കെ ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അതിപ്പോൾ റെഡിമെയ്ഡ് ആയത് കാരണം അധികം പണിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ പപ്പ ഒരു ദിവസം കോട്ടയത്തുള്ള വീടുകളും ഹോട്ടലുകളും ഒക്കെ കയറി ഇറങ്ങി പണിയുണ്ടോയെന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അവസാനം എങ്ങും പണി കിട്ടിയില്ല. അങ്ങനെയായി പപ്പായും പപ്പയുടെ കൂട്ടുകാരനും കൂടി മണർകാട് പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഒരു പണി കിട്ടാൻ വേണ്ടി. കാരണം ആ സമയത്തൊന്നും സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു പണിയെങ്കിലും കിട്ടാൻ വേണ്ടി മാതാവിനോട് മുട്ടിപ്പായിട്ട് അവരോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ളിൽ തന്നെ എൻ്റെ പപ്പായ്ക്കൊരു ഫോൺ കോൾ വന്നു. അത് ഒരു കുറുപ്പന്തറയുള്ള ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ ജോലിയായിരുന്നു കിട്ടിയത്. 1 വർഷത്തേക്കുള്ള വർക്കാണ് കിട്ടിയത്. ഹോട്ടൽ ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടി. അത് 1 വർഷത്തേക്ക് വേറെ ഒരു പണി അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ തന്നെയാണെങ്കിലും ഞങ്ങളെക്കൊണ്ടൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ചേച്ചി ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഞങ്ങളെക്കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റാവുന്ന ഒരു ഫീസ് അല്ല അത്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് ചേച്ചി പോയി അഡ്മിഷൻ എടുത്തു. എന്താ ചെയ്യേണ്ടത്, തുടർന്ന് പോകണമെങ്കിൽ ഫീസ് എടുക്കണമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പപ്പ പാറേപ്പള്ളിയിൽ മാതാവിൻ്റെ മുമ്പിൽ പോയി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് തന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഒരു സ്പോൺസറെ കിട്ടി. അപ്പം തന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് പോയി അഡ്മിഷൻ ബാക്കി കണ്ടിന്യൂ ചെയ്ത് ഫീസ് കൊടുത്തു. ചേച്ചിക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തു. അവരാണിപ്പോൾ സ്പോൺസർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്
കൊടുക്കാതെ വന്ന് ചേച്ചിക്ക് ഹോൾ ടിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പപ്പ പള്ളിയിൽ പോയി മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛൻ വഴി വേറൊരു അങ്കിള് ഞങ്ങൾക്ക് അന്ന് തന്നെ ആ പ്രാർത്ഥിച്ച് ഒരു ദിവസം പോലും കഴിയണ്ട അന്ന് തന്നെ ചേച്ചിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനുള്ള പണം അടച്ചു. പിറ്റേന്ന് ചേച്ചിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി. ചേച്ചി എക്സാം എഴുതി. അതുപോലെ ചെറിയ ചെറിയ പൈസകളാണെങ്കിലും വലിയ വലിയ എമൗണ്ട് ആണെങ്കിലും എത്ര എമൗണ്ട് ആണെങ്കിൽ കൂടി ആ പ്രാർത്ഥിച്ച് അപ്പം തന്നെ എവിടുന്നെങ്കിലും മാതാവ് കൊണ്ട് തരും.